ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ വീണ്ടും ഈ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ സാധാരണ പതിവ് പോലെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കൊക്കെ പോയി തിരിച്ചെത്തി വൈകിട്ടാട്ടോ. അപ്പോൾ ഞാനൊരു കട്ടനൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പുസ്തകം എടുത്ത് വായിക്കാൻ. ഞാനങ്ങനെ ഡെയിലി ഒന്നും പുസ്തകമൊന്നും വായിക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറിയോ നോവലൊക്കെ കിട്ടിയാൽ ഞാൻ വായിക്കാനായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വായിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം സജസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ലിയോ ടോൾസ്റ്റോയ് എഴുതിയ അന്ന കർനീന എന്ന് പറയുന്ന പുസ്തകമാട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും അവൈലബിളാണ്. ഒത്തിരി വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് വായിക്കാം. കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമ്മുടെ ടൈമൊക്കെ നമുക്ക് ഒത്തിരി നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ്. അങ്ങനെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത് ഇന്നിനി എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടാക്കാമെന്ന്. എന്തായാലും ഓണമൊക്കെ വരുമല്ലേ, എന്നാൽ പിന്നെ കുറച്ച് ഓണം തീമിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ എടുക്കുന്ന സാധാരണ സ്കെച്ചൊക്കെ ചെയ്യുന്ന ഒരു ഐവറി ഷീറ്റാട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. എനിക്കൊരു ബുക്ക് മാർക്സ് എത്ര വേണമെന്ന് തോന്നിയോ ആ ഒരു നീളത്തിലും വീതിയിലും ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഓണസദ്യ മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഒരു ബുക്ക് മാർക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ആ തീമിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പെൻസിൽ സ്കെച്ചാണ്. പെൻസിൽ സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടി പെയിൻറ്റ് ചെയ്യാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടായി കുളമായാലോ എന്നൊരു ടെൻഷൻ. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സെറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ട ടൂൾസൊക്കെ എടുക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതൊരു സ്റ്റീലിൻ്റെ ടൈപ്പ് പാലറ്റ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതാകുമ്പോൾ എനിക്ക് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാലറ്റും പെയിൻറ്റിങ് ബ്രഷൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് കളേഴ്സ് എടുക്കാം കേട്ടോ. കളേഴ്സ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. പ്രത്യേകിച്ച് ഇതിന് പേരൊന്നുമില്ല. ഇതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഞാനതാ ഇങ്ങനെ പെയിൻറ്റിങ്ങിന് എടുക്കാൻ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഡാർക്ക് യെല്ലോ വന്നു, റെഡ് വന്നു, ലൈറ്റ് യെല്ലോ വന്നു, സ്കിൻ ടെക്സ്ചർ വന്നു, വൈറ്റ് വന്നു, ഓറഞ്ച് വന്നു. ഓക്കെ, റെഡി. അങ്ങനെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കലാപരിപാടികളിലേക്കൊക്കെ പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇലയുടെ ഷെയ്ഡ് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ സ്കെച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇലയ്ക്ക് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഓക്കെ ആകില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിതിൻ്റെ റെഫറൻസ് എടുത്തത് പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്ന് ഞാനിങ്ങനെ കുറേ സദ്യയുടെ കുറേ പിക്സൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടമായിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരെണ്ണം കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബുക്ക് മാർക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിട്ടുണ്ടോ? എനിക്ക് കുഴപ്പമില്ലെന്നാ തോന്നുന്നത്. ഞാൻ പിന്നെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഹാപ്പി ഓണമെന്നും ഓണസദ്യ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ല. അപ്പം തൽക്കാലം നമുക്ക് ഈ ഒരു പിന്ന് വെച്ചിട്ടൊരു ഹോൾ നമുക്കിങ്ങനെ പേപ്പറിൽ കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിൽ ഈ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഓണം വരാൻ കാത്തിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബുക്ക് മാർക്സ് കാർഡാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എനിക്കിത് കുറച്ച് കുഴപ്പമില്ല, ബെറ്ററായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ത്രെഡായിട്ട് എടുക്കുന്നത് നമ്മുടെ സാധാരണ കോട്ടൺ ത്രെഡാണ്. നമ്മുടെ ക്യൂട്ട്നെസ് ഒന്നും നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ക്യൂട്ടായിരിക്കും, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം.
എന്തായാലും ഞാന് ഇതും അങ്ങനെ സൈസും, നീളം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല ട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ആ ഹോളില് കൊടുക്കാ ട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കില് നല്ല ബെറ്റർ ആയിരുന്നേനെ. പക്ഷേ എൻ്റെ കയ്യില് തൽക്കാലം ഇപ്പം അതില്ലാണ്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഹോൾ നന്നായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്ത് വീണ്ടും പിന്നൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് അകത്തേക്കൊക്കെ ആക്കി കൊടുത്തിട്ടാണ് ത്രെഡ് ഇടാൻ പറ്റിയത്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ത്രെഡ് കൂടെ കൊടുക്കാം ട്ടോ. ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ യൂസ് ചെയ്താലും നല്ല ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് കുഴപ്പമില്ല, ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഓണസദ്യ കൊണ്ടുള്ള ഒരു ചെറിയൊരു ബുക്ക് മാർക്സ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഓണക്കാലത്ത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബുക്ക് മാർക്സ് ആണ് കേട്ടോ. അപ്പോൾ ഓണസദ്യയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവരും ധൈര്യമായിട്ട് ഓടിപ്പോയി ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ വളരെ സിമ്പിളാട്ടോ. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് ബുക്ക് മാർക്സ് ഏത് ടൈപ്പിൽ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഞാൻ ആലോചിച്ച് എൻ്റെ ബ്രെയിൻ ചീത്തയാക്കാൻ നിന്നില്ല. ഞാൻ നേരെ പോയി പിൻട്രസ്റ്റിൽ നോക്കി. അപ്പം ഇങ്ങനെ കുറേ ഓണം തീം റിലേറ്റഡ് പിക്സ് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കേട്ടോ കിട്ടിയത്. അപ്പം ഞാനൊരു വള്ളംകളിയുടെ ഒരു തീമിലിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു സിമ്പിളായിട്ടുള്ള പിക്കാട്ടോ. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതാണേ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളവും പിന്നെ ആൾക്കാരിരിക്കുന്നതൊക്കെ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ട് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി കൊടുത്തു. ജസ്റ്റ് ക്യൂട്ട്നെസ്, ഒന്നും ഒട്ടും കുറയ്ക്കണ്ടാന്ന് തോന്നി. പിന്നെ ഈ സെല്ലോ ടേപ്പ് സത്യത്തിൽ ഞാൻ ഒട്ടിച്ചിട്ട് എനിക്കെന്തോ അബദ്ധം പറ്റി. അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? എനിക്കും ഇതും അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബുക്ക് മാർക്സ് ആയിട്ടാണ് തോന്നിയത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു മലയാളി മങ്കി ചെയ്താലോ? അപ്പം ഞാൻ ആക്ച്വലി അതൊരു ഫണ്ണി ടൈപ്പ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാർട്ടൂൺ പിക്ക് പോലെ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ട്ടോ വിചാരിക്കുന്നത്. എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യം ഞാനൊരു ഡ്രോയിങ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാ ട്ടോ. അപ്പം ഞാൻ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ കൂടുതൽ വൃത്തികേടാക്കണ്ടാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഉള്ളതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി ഒരു ജസ്റ്റ് ഒരു ത്രെഡൊക്കെ കൊടുത്തപ്പോൾ കുഴപ്പമില്ല, നല്ല ഒരു ക്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നി. അപ്പം നമ്മുടെ ഈ ഓണത്തിന് നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ടായിരിക്കുമല്ലോ. ഈ ഓണസാരി പിന്നെ ഔട്ട്ഫിറ്റ് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ പേരില്ലേ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ചെറിയൊരു ബുക്ക് മാർക്സ് ആട്ടോ. അപ്പം നമുക്ക് വലിയ ഗിഫ്റ്റൊന്നും കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ബുക്ക് മാർക്സ് ഒക്കെ നമുക്ക് ഓണം തീമിലൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവും, നമുക്കും ഒത്തിരി സന്തോഷമാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിമ്പിളായിട്ടുള്ള ഐഡിയ ഞാൻ ചെയ്തേ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.